ഞാനിവിടെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മരുഭൂമിയിൽ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നിങ്ങളൊരു ശബ്ദം കേട്ട് ആളെ കാണുന്നില്ല. അപ്പം നിങ്ങൾ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് വിചാരിച്ച് അള്ളാഹുവെ എനിക്കൊരു വെളിച്ചം തരണമേ എന്ന് നിങ്ങൾ പറയുമോ ഇല്ലയോ? ഇതിനാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേന്ദ്രം ദുർബന്ധവാദി സാജിദുമായി നടന്ന ഒരു ചർച്ച ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തോട് ഒരു സുഹൃത്ത് ചോദ്യം ചോദിക്കുന്നു. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതി അള്ളാഹുവിനോട് നിങ്ങളൊരു മെഴുകുതിരി, ടോർച്ച്, ലൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ? ഭൗതിക സഹായം ചോദിക്കുമോ? അള്ളാഹുവിനോട് ചോദിക്കുമോ എന്നാ ചോദ്യം. അതിന് അദ്ദേഹം പരണ്ട് കുറച്ച് സമയം ഇങ്ങനെ തള്ളി നീക്കിയിട്ട് അവസാനം ആ ചോദ്യത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ആ പരണ്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോയിൽ കയറി കണ്ടോളൂ. ഞാനത് മുറിച്ച് ഒഴിവാക്കുകയാണ്. അത് ഇനി ഞാൻ കട്ടുമുറിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട. അത് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തതും അത് ഇവിടെ സാന്ദർഭികമായ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയല്ല. അദ്ദേഹം ഉരുളാണ്. ആ ചോദ്യത്തിലേക്ക് വരാനുള്ളൊരു പ്രയാസം കൊണ്ട് അദ്ദേഹം വലിച്ചു നീട്ടുകയാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ആ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മൾ ആദ്യം കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെക്കുറിച്ച് പറയാം. തൊട്ട് മുമ്പിൽ ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഞാൻ എന്നെ രക്ഷിക്കണേ, എനിക്കൊരു വെളിച്ചം നിറയണേ, അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ വിധി? നമുക്ക് ആ സുഹൃത്തിൻ്റെ ചോദ്യം ഒന്നുകൂടെ കേൾക്കുക. കൃത്യമായി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാനിവിടെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മരുഭൂമിയിൽ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നിങ്ങളൊരു ശബ്ദം കേട്ട് ആളെ കാണുന്നില്ല. അപ്പം നിങ്ങൾ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് വിചാരിച്ച് അള്ളാഹുവെ എനിക്കൊരു വെളിച്ചം തരണമേ എന്ന് നിങ്ങൾ പറയുമോ ഇല്ലയോ? ഇതിനാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത്. അല്ലെ, അള്ളാഹുവിനോട് ശബ്ദം കേൾക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിൻ്റെ വിധി എന്താണ്? സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തെ അതിരുവിട്ട ചോദ്യങ്ങൾ ഈ രൂപത്തിൽ ഇൽമുൽ കലാമിൻ്റെ ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ള തനിച്ച കുഫ്രിയത്തിലേക്ക് പോകുന്ന, അഖലാനിയത്തിലേക്ക് പോകുന്ന, നിരീശ്വരവാദത്തിലേക്ക് വരെ പോകുന്ന ഒരു വാദങ്ങളായിട്ടാണ് ഇവർ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇവരെ തിരിച്ചറിഞ്ഞോളി. അള്ളാഹു തആല നമുക്കൊക്കെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന തൗഫീഖ് പറയട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടില്ലേ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് അതിര് കവിഞ്ഞ ചോദ്യമാണ്. ഇൽമുൽ കലാമിൻ്റെ ആളുകൾ മുമ്പ് വന്നതുപോലെയുള്ള ആളുകളാണ് ഇപ്പോൾ വരുന്നത്. അതേപോലെ ഇത് നിരീശ്വരവാദത്തിലേക്ക് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? എന്താണ് ഇപ്പോൾ ഇത്രമാത്രം നിരീശ്വരവാദത്തിലേക്ക് പോകാനുള്ളൊരു ചോദ്യമായി ഇത് വരാനുള്ള കാരണം എന്നറിയാം നിങ്ങൾക്ക്. അത് ഞാൻ പറഞ്ഞുതരാം. അത് കൃത്യമായി കേരള നദവത്തുൽ മുജാഹിദീൻ 2012 ഉണ്ടാക്കിയിട്ടുള്ള പുതിയ തൗഹീദാണ് അതിന് കാരണം. 2012 പുതിയ തൗഹീദ് എന്താ? 2012 പുതിയ തൗഹീദ് 2012 പുതിയ തൗഹീദ് കേട്ടോ, പഠിച്ചോ, മനസ്സിലാക്കിക്കോ. അതിൻ്റെ അപകടമാണിത്. നിങ്ങൾ പറഞ്ഞല്ലോ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് കരുതിയാൽ അള്ളാഹുവിൽ പങ്കു ചേർത്തു. ആ ശബ്ദം കരുതി അള്ളാഹിനോട് വല്ലതും ചോദിച്ചാലോ അത് ജിന്നിനുള്ള ഇബാദത്തായി. ഇബാദത്ത് ആർക്ക് കൊടുക്കേണ്ടതാണ്? അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതാണ്. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്ത് ജിന്നിന് കൊടുത്തു എന്നല്ലേ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയുമ്പോൾ വരിക. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് കൊടുക്കാൻ പാടുണ്ടോ ഇത് എന്നാ സുഹൃത്തിൻ്റെ ചോദ്യം. ഇത് അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. അപ്പോൾ എത്ര സിമ്പിളായിട്ട് മറുപടി പറയാം. അള്ളാഹുവിൽ പങ്കു ചേരുന്ന ഒരു കാര്യമാണ് ജിന്നിന് വകവെച്ച് കൊടുത്തത് എങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ജിന്നിനോട് ചോദിച്ചതല്ലേ ഇവിടുത്തെ ശിർക്ക്. അപ്പോൾ എന്താ നിങ്ങൾക്കത് പറയാൻ കഴിയാത്തത്? അത് ഇൽമുൽ കലാമിൻ്റെതും കുഫ്രിയത്തിൻ്റെ വാദമായത് നിങ്ങൾ പറയുന്നത് പച്ച കുഫ്രിയത്താണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്തത്. എത്ര വ്യക്തമാണ് സഹോദരന്മാരെ. ഇനിയും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ കേരള നദവത്തുൽ മുജാഹിദീൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പച്ച കുഫ്രിയത്തിലേക്കാണ്. കാരണം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്നൊരു ശബ്ദമുണ്ടാക്കിയാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ മനുഷ്യനാണെന്ന് കരുതുന്നതിന് പകരം ജിന്നാണെന്ന് കരുതി അതിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നാണ് ഇവർ വാദിക്കുന്നത്. അഥവാ അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് ജിന്നുകൾക്ക് നൽകി. ജിന്നുകൾക്കുള്ള ഇബാദത്താണിത്. എന്നാൽ ഇത് അള്ളാഹുവിലേക്ക് പോയാലോ? അള്ളാഹുലേക്ക് പോയാൽ കുഫർ. അള്ളാഹുലേക്ക് പോകുമ്പോൾ കുഫറാകുന്നത്. ജിന്നിനോട് ചോദിക്കുമ്പം ഇബാദത്ത്, മനുഷ്യനോട് ചോദിക്കുമ്പം ജായിസ്. എങ്ങനെയുണ്ട്? ഈ തല തിരിഞ്ഞ തൗഹീദാണ് 2012 ഇവർ പടുത്തുയർത്തിയത്. ഇതാണ് ഇപ്പോൾ ഈ സാധാരണക്കാരൻ പൊളിച്ചടക്കിയിട്ടുള്ളത്. അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് ഇത് ഇൽമുൽ കലാമിൻ്റെ ചോദ്യമാണ്, അതിര് കവിഞ്ഞ ചോദ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടായോ? കൃത്യമായി മറുപടി പറയണ്ടേ? പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോയതല്ലേ ഈ നുണയന്മാരുടെ അടുത്തേക്ക്, ഈ കുഫ്രിയത്തിൻ്റെ വാദത്തിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അത് സാധാരണക്കാരൻ ചോദ്യം ചെയ്യും.
നിങ്ങളെ സകല സ്ഥലത്തും വിട്ട് ഇത് ചോദ്യം ചെയ്യും. ഈ വിഷയത്തിന് നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. ഇത് കുഫ്രിയത്താണ്, നിരീശ്വരവാദാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. KNMന്റെ 2012 തൗഹീദ് കൊണ്ടുകൊണ്ടായ വിനയാണിത്. ഇത് സാധാരണക്കാരൻ നിങ്ങളെ ചോദ്യം ചെയ്യും. ഈ KNM പഠിപ്പിക്കുന്നത് പച്ച കുഫ്രിയത്താണെന്ന് സമൂഹ മധ്യത്തിൽ ഇത് ആളുകളെ പഠിപ്പിച്ചിട്ട് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾ അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക സഹോദരന്മാരെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.